തന്മനോമയുഞ്ജാനാചിരാൻ മാം അവാപ്സ്യഥ ശ്രീസുക ഉവാച ഇത്യുക്തദാ ദ്വിജപത്യസ്തയജ്ഞവാന പുനർഗതാഃ തേജാനസൂയസ്വാഭിസ്ത്രീഭിः സത്രമപാരയൻ തത്രൈകാവിധൃതാ ഭർത്ര ഭഗവന്തം യഥാശ്രുതം ഹൃദോപഗുഹ്യ വിജഹു ദേഹം കർമാനുബന്ധനം ഭഗവാനപി ഗോവിന്ദസ്തേനൈവ അന്നേന ഗോപകാൻ ചതുർവിധേനാശയിത്വ സ്വയം ച ബുഭുജേ പ്രഭുഃ ഏവം ലീലാനരവപുഃ നിർലോകമനുശീലയൻ രമേ ഗോപഗോപീനം രമേൻ രൂപവാകൃതൈഃ അഥാനുസ്മൃതി വിപ്രാസ്ത അന്വതപ്പിൻകൃതാകസഃ യദ്വിശ്വേശ്വരയോര്യാജ്ഞമഹന്മാർവിടംബയോഃ ദൃഷ്ട്വാ സ്ത്രീണാം ഭഗവതി കൃഷ്ണേ ഭക്തിം അലൗകികീം ആത്മാനം ച തയാഹീനമനുതപ്താ വ്യഗരിഹയൻ ധിക് ജന്മനസ്ത്രവൃദ്വിദ്യാം ധിക് വ്രതം ധിക് ബഹുജ്ഞത ധിക് കുലം ധിക് ക്രിയാദാക്ഷിമിമുഖായ ത്വധോക്ഷജേ നൂനം ഭഗവതോ മായ യോഗിനാമപി മോഹിനി യദ്വയം ഗുരവോ നൃണാം സ്വാർത്ഥേ മുഹ്യാമഹേ ദ്വിജാഃ അഹോ പശ്യത നാരീണാമപി കൃഷ്ണേ ജഗദ്ഗുരൗ ദുരന്തഭാവം യോ വിധി മൃത്യുപാശം ഗൃഹാഭിധാൻ നാസാം ദ്വിജാതി സംസ്കാരോ ന നിവാസോ ഗുരാവപി ന തപോ നാത്മമീമാംസ ന ശൗചന ക്രിയാഃ ശുഭാഃ അഥാഭിഹ്യുത്തമശ്ലോകേ കൃഷ്ണയോഗേശ്വരേശ്വരേ ഭക്തിർദൃഢാ ന ചാസ്മാകം സംസ്കാരാദിമതാമപി നനു സ്വാർത്ഥവിമൂഢാനം പ്രമത്താനം ഗൃഹേഹയാ അഹോ ന സ്മാരയാമാസ ഗോപവാക്യൈഃ സദാം ഗതിഃ അന്യഥാ പൂർണ്ണകാമസ്യ കൈവല്യാദി ആശിഷാം പതേഃ ഈശിതവ്യൈഃ കിമസ്മാഭിः ഈശസ്യൈതൽ വിഡംബനം ഹിത്വാന്യാൻ ഭജതയം ശ്രീഃ പാദസ്പരിശാസയാ സകൃൽ ആത്മദോഷാപവർഗേണ തദ്യാജ്ഞാജനമോഹിനി ദേശകാല പൃഥക് ദ്രവ്യമന്ത്രതന്ത്രഋത്വിജോഗ്നയാ ദേവതാ യജമാനശ്ച ക്രതുർധർമ്മശ്ചയന്മയഃ സ ഏഷ ഭഗവാൻ സാക്ഷാത് വിഷ്ണുയോഗേശ്വരേശ്വരഃ ജാതോ യദുഷു ഇത്യശൃണ്മഹ്യപി മൂഢാ ന വിദ്മഹേ അഹോ വയം ധന്യതമ യേഷാം ന സ്ഥാദിശീഃ സ്ത്രിയഃ ഭക്തിയായാസാമതിർജാതാസ്മാകം നിശ്ചലാ ഹരൗ നമസ്തുഭ്യം ഭഗവതേ കൃഷ്ണായ ആകുണ്ഠമേധസേ യന്മായാമോഹിതധിയോ ഭ്രമാമ കർമ്മവർത്മസു സവൈനാദ്യ പുരുഷഃ സ്വമായാമോഹിതാത്മന അവിജ്ഞാതാനുഭാവാനാം ക്ഷന്തുമരിഹത്യതിക്രമം ഇതി സ്വാഘമനുസ്മൃത്യ കൃഷ്ണേതേ കൃതഹേളനാഃ ദിദൃക്ഷവോപ്യച്യുതയോഃ കംസാൽ ഭീതാ ന ചാചലൻ ശ്രീസുക ഉവാച ഭഗവാനപി തത്രൈവ ബലദേവേന സംയുതഃ അപശ്യന്നിവസംഗോപാനിന്ദ്രയാഗകൃതോദ്യമാൻ തദഭിജ്ഞോപി ഭഗവാൻ സർവാത്മാ സർവദർശനഃ പ്രശ്രയാവനതോ വൃദ്ധാനന്ദപുരോഗമാൻ കഥ്യതാമേപി തക്കോയം സംഭ്രമോ ഉപാഗതഃ കസ്യ കിം ഫലം കസ്യ ചോദ്ദേശഃ കേന വാ സാധ്യതേ മഖഃ ഏതൽ ബ്രൂഹി മഹാൻ കാമമഹ്യം ശുശ്രൂഷവേ പിതാ നഹി ഗോപ്യം ഹി സാധൂനം കൃത്യം സർവാത്മനാമിഹ അസ്ത്യസ്വരതിഷ്ഠീനാമിത്രോദാസ്തവിദ്വിഷാം ഉദാസീനോരിവദ്വർജ്യാത്മവൽ സുഹൃദ് ഉച്യതേ ജ്ഞാത്വാ ജ്ഞാത്വാ ച കർമാണി ജനോയമനുതിഷ്ഠതി വിദുഷ കർമ്മസിദ്ധിസ്യ തഥാ നാവിദുഷോ ഭവേൽ തത്ര താവൽ ക്രിയായോഗോ ഭവതാം കിം വിചാരിത അഥവാ ലൗകികസ്തന്മേ പൃച്ഛത സാധു ഭണ്യതാം നന്ദ ഉവാച പർജന്യോ ഭഗവാൻ ഇന്ദ്രമേഘാസ്തസ്യ അല്പമൂർത്തയാ തേഭിവരിഷന്തി ഭൂതാനം പ്രീണനം ജീവനം പയഃ തം താത വയമന്യേജ വാർമുജാമ്പതിമീശ്വരം ദ്രവ്യസ്തദ്രേതസാ സിദ്ധൈര്യജന്തേ ക്രതുഭിർനരാഃ തച്ഛേഷേണോപജീവന്തി ത്രവർഗഫലഹേതവേ പുംസാം പുരുഷകാരാണ പർജന്യഃ ഫലഭാവന യ ഏവം വിസൃജേൽ ധർമ്മം പാരമ്പര്യാഗതം നര കാമാലോഭാൽ ഭയാൽ ദ്വേഷാൽ സവൈ നാപ്നോതി ശോഭനം ശ്രീസുക ഉവാച വജോ നിശമ്യനന്ദസ്യ തഥാന്യേഷാം വ്രജൗകസാം ഇന്ദ്രായ മന്യും ജനയൻ പ്രപിതരം പ്രാഹകേശവഃ ശ്രീഭഗവാനുവാച കർമ്മണാ ജായതേ ജന്തുഃ കർമ്മണൈവ വിലീയതേ സുഖം ദുഃഖം ഭയം ക്ഷേമം സുഖം ദുഃഖം ഭയം ക്ഷേമം കർമ്മണൈവാഭിവദ്യതേ അസ്തി ചേതീശ്വര കശ്ചിൽ ഫലരൂപ്യന്യകർമ്മണ കർത്താരം ഭജതേ സോപി ന ഹ്യകർത്തു പ്രഭുരിഃ സഹ കിമിന്ദ്രേണേഹ ഭൂതാനം സുസ്വകർമാനുവർത്തിന അനീശേനാന്യഥാ കർത്തും സ്വഭാവവിഹിതം നൃണ സ്വഭാവതന്ത്രോ ഹി ജനഃ സ്വഭാവം അനുവർത്തതേ സ്വഭാവസ്ഥമിതം സർവം സദേവാസുരമാനുഷം ദേഹാനുച്ചാവജാൻ ജന്തുഃ പ്രാപ്യോത്സൃജതി കർമ്മണ ശത്രുർമിത്രമുദാസീനഃ കർമ്മൈവ ഗുരുരീശ്വര തസ്മാൽ സംഭൂജയിൽ കർമ്മ സ്വഭാവസ്ഥ സ്വകർമ്മകൃത അഞ്ജസായന വർത്തയത തദേവാസി ഹി ദൈവതം ആജീവ്യൈകതരം ഭാവമിസ്ത്വന്യോപജീവതി ന തസ്മാൽ വിന്ദതേ ക്ഷേമം ചാരം നാരസതി യഥാ വർത്തേത ബ്രഹ്മണ വിപ്രരാജനു രക്ഷയാ ഭുവഃ വൈശ്യസ്തു വാർത്തയാ ജീവേ ക്ഷൂദ്രസ്തു ദ്വിജസേവയാ കൃഷി വാണിജ്യഗോരക്ഷ കുസീതം തുര്യമുച്യത്തെ വാർത്താ ചതുർവിധ തത്രാവയങ്കോ വൃത്തയോനിശം സത്വം രജസ്തമൈതി സ്ഥിത്യുൽപത്യന്തഹേതവ രജസോൽപദ്യത വിശ്വമന്യുന്യ വിവിധം ജഗൽ രജസാ ചോദിതാ മേഘപരിഷന്തി അമ്പൂനി സർവതഃ പ്രജാസ്തൈരേവ സിദ്ധ്യന്തി മഹേന്ദ്ര കിം കരിഷ്യതി നനപുരോ ജനപദാ ന ഗ്രാമാ ന ഗൃഹാവയം നിത്യമനൗകസസ്താദ വനശൈല നിവാസിനഃ തസ്മാൽ ഗവാം ബ്രാഹ്മണാനമദ്രേ സാരഭ്യതാം മഖ യ ഇന്ദ്രയാഗസംഭാരസ്ഥൈരയം സാധ്യതാം മഖഃ
പിന്നെ ആരൊക്കെ ജയിച്ചത്? വരുണനെ ജയിച്ചു. അവസാനം ജയിച്ചത് വരുണനെ. അതിന് മുമ്പ് 2 പ്രാവശ്യം അഗ്നിയെ കുടിച്ചു, പാനം ചെയ്തു അല്ലേ? പിന്നെയോ ബ്രഹ്മാവിനെ ജയിച്ചു, ഇന്ദ്രനെ ജയിച്ചു, കാളിയനെ ജയിച്ചു, പലരും ജയിച്ചില്ലേ? ഇതൊക്കെ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ ഇന്ദ്രിയ മനസ്സുകളുടെ മേലുള്ള ജയമാണ്. ദേവന്മാരെ ജയിക്കണേ ഉള്ളൂ, ദേവന്മാരെ കൊല്ലണില്ല. ദേവന്മാരെന്ന് പറഞ്ഞാൽ നമ്മളിലെ സൽഗുണങ്ങളാണ്. നമ്മൾക്ക് എന്തെങ്കിലും സൽഗുണമുണ്ട്, ഈശ്വരഭക്തിയുണ്ട്, നമുക്ക് അതിൽ അഹങ്കാരം. ഞാൻ വലിയ ഭക്തനാന്ന് അഹങ്കാരം വരില്ലേ? അല്ലേ? ആ സൽഗുണങ്ങളിൽ അഹങ്കാരം വരും, അഭിമാനം വരും. ആ അഭിമാനം കളഞ്ഞാൽ മതി. ഇന്ദ്രനെ ജയിച്ചതിലൂടെ എന്താ കാണിച്ചത്? മനസ്സിനെ ജയിച്ചു എന്നർത്ഥം. മനസ്സിനെ ജയിക്കാത്ത കാര്യം നടക്കില്ലല്ലോ. പിന്നെയോ അഗ്നിയെ ജയിച്ചു, അഗ്നിയെ കുടിച്ചു എന്ന് പറഞ്ഞല്ലോ. അഗ്നി എന്തിൻ്റെ പ്രതീകമെന്നറിയാമോ? വാചോഹോ ദേവത വന്നി, വാക്കിൻ്റെ ദേവത. വാക്കെന്ന ഇന്ദ്രിയത്തിൻ്റെ ദേവത. അപ്പോൾ വാക്കെന്ന് പറഞ്ഞാൽ കർമ്മേന്ദ്രിയം. അഗ്നിയെ പാനം ചെയ്തതോടെ കർമ്മേന്ദ്രിയങ്ങളെ മുഴുവൻ ജയിച്ചു. മനസ്സിനെയും കർമ്മേന്ദ്രിയങ്ങളെയും ജയിക്കാറ് നമുക്ക് മനസ്സ് അന്തർമുഖമായി ധ്യാനത്തിൽ കൃഷ്ണനോട് ചേരാൻ പറ്റുമോ? പറ്റില്ല. പിന്നെയോ വരുണനെ ജയിച്ചു. വരുണൻ ജയിച്ചതിലൂടെ എന്താ കാണിച്ചത്? വരുണൻ രസനായാഹ വരുണഹ, രസനേന്ദ്രിയത്തിൻ്റെ ദേവതയാണ് വരുണൻ. രസന നാവിന് ഒരേ സമയത്ത് 2 പണിയാണ്. രസനാച്ച രസമറിയുക, സ്വാദറിയുക. സ്വാദറിയുമ്പോൾ അത് ജ്ഞാനേന്ദ്രിയ, സംഭാഷണം ചെയ്യുമ്പോഴോ അത് കർമ്മേന്ദ്രിയ. അപ്പോൾ അഗ്നിയെ കുടിച്ചതിലൂടെ അഗ്നി ഭഗവാനെ ജയിച്ചു, കർമ്മേന്ദ്രിയത്തെ ജയിച്ചു, നാവിനെ. അരുണനെ ജയിച്ചതിലൂടെയോ രസനേന്ദ്രിയത്തിൻ്റെ ദേവതയാണ്, അപ്പോൾ ജ്ഞാനേന്ദ്രിയമാണ് ആ നാവ്. അപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളെ ജയിച്ചു, പ്രതീകമായിട്ട് പറയാം. അപ്പം ജ്ഞാനേന്ദ്രിയങ്ങളെയും ജയിച്ചു, കർമ്മേന്ദ്രിയങ്ങളെയും ജയിച്ചു, മനസ്സിനെയും ജയിച്ചു. ബ്രഹ്മാവിനെ ജയിച്ചതിലൂടെ ബുദ്ധിയും ജയിച്ചു, കാളീനെ ഓടിച്ചതിലൂടെ അഹങ്കാരത്തെയും ജയിച്ചു, ഇല്ലാണ്ടാക്കി. അങ്ങനെയുള്ള ആൾക്ക് എളുപ്പമല്ലേ അയാളുടെ ചിത്തം? ബാക്കി ചിത്തമേ ഉള്ളൂ. ആ ചിത്തം ഭഗവാന് നേരെ തിരിഞ്ഞാലോ? ആ ചിത്തം ഭഗവാനോട് ചേർന്നു, ചിൽസ്വരൂപിയായ ഭഗവാനോട് ചേരുന്നു. അവെന്തായി? പരമാനന്ദം ബ്രഹ്മാനന്ദം ഭഗവൽ അനുഭൂതി രാസം. ഇതാണ് അതിൻ്റെ തത്വം. ഇങ്ങനെ ഭഗവാൻ എന്തെല്ലാം നമ്മളെ പഠിപ്പിച്ചു. വെറും ഒരു കെട്ടുകഥയല്ല കൃഷ്ണൻ്റെ കഥ. എന്നും കൃഷ്ണൻ ജീവിച്ചുകൊണ്ടിരിക്കുക അവിടെ. കൃഷ്ണൻ എവിടെയും പോയിട്ടില്ല കേട്ടോ. എന്നിലൂടെ നിങ്ങളിലൂടെയും കൃഷ്ണൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിൽ കൃഷ്ണനോട് ചേർന്ന് ഈ രാസം അനുഭവിക്കാം. വൃന്ദാവനവാസികൾ ഇന്നും വ്രജവാസികൾ വിശ്വസിക്കുന്നു നിത്യരാസം നടക്കുന്നു അവിടെയെന്ന്. അറിയോ? ശരിയാ. ഈ നിലയിലുള്ള ഭക്തന്മാരുണ്ടെങ്കിലേ ഇന്ദ്രിയ മനസ്സുകളെയൊക്കെ ജയിച്ച് അന്തർമുഖമാക്കി ആ കൃഷ്ണപ്രേമം കൊണ്ട്, ഭഗവത് പ്രേമം കൊണ്ട് ആവിഷ്ടരായിട്ടുള്ളതായ ആ അമ്മയമാതിരിയൊക്കെയുള്ള ഭാഗവതോത്തമകൾ നിത്യരാസം ഭഗവാനോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? ശരിയോ? നമ്മളും അങ്ങനെ ചെയ്ത് നമുക്കും ഭഗവാനോടുകൂടി നിത്യരാസം അനുഭവിക്കാൻ കഴിയും. അതാണ് രാസം. എല്ലാ ഭക്തന്മാർക്കും ഭഗവാനോടുകൂടി ഈ രാസലീല ആടണം. പെണ്ണല്ല ഇവിടെ ആണില്ല. പിന്നെയോ ഓരോ വ്യക്തികളും ഓരോ ജീവന്മാരും അവരുടെ മനസ്സ് ഭഗവാനോട് ചേർന്നാൽ മതി. ഇങ്ങനെ ഭഗവാൻ ഈ ഗോപന്മാർക്കല്ലേ ആദ്യം ആ പരമാനന്ദം കൊടുത്തത്, വൈകുണ്ഠ ദർശനം കൊടുത്തത്. അപ്പോൾ അവർക്കൊക്കെ ഈ അനുഭൂതി കൊടുത്തു. അതിനുശേഷം ഗോപിമാർക്ക് ഈ രാസലീലയിലൂടെ അവരാഗ്രഹിച്ചത് അങ്ങനെ അവർക്കും കൊടുത്തു. ഇതാണ് കൃഷ്ണനാണ് അവർക്ക് തോഴനും ഗുരുവും എല്ലാം. നല്ലൊരു ഗുരുവിനെ കിട്ടിയ ഗുരു ശിഷ്യനെ ഈ ഒരു അനുഭൂതിയിലേക്ക് കൊണ്ടുപോയി മുക്തരാക്കും. ഇനി കൃഷ്ണൻ ഇവിടുന്ന് പോകാം. ഇനി ഇവർക്ക് പതനം ഉണ്ടാവില്ല എന്ന് ഉറപ്പായി. മനസ്സിലായോ? ഇനി വീഴ്ച ഉണ്ടാവില്ല. പിന്നെ അതിന് ശേഷം ചില അസുരന്മാരെയും കൂടിയും കൊല്ലുന്നുണ്ട്. അതെന്താ? ഉള്ളിൽ എന്തെങ്കിലും ഇനി ബാക്കി വാസന ഉണ്ടെങ്കിൽ അതിനെയും കൂടിയും നിരന്തരമായ ഈ ധ്യാനനിഷ്ഠയിലൂടെ നമ്മൾ ചെയ്യേണ്ടതാണ്. പിന്നെ ആ സമാധി പരിശീലിച്ച് ആ നിഷ്ഠ നേടണം. അനുഭൂതി ഉണ്ടാവാം. പക്ഷെ അനുഭൂതിയിൽ നിഷ്ഠ വരണമെങ്കിലോ വാസനകളെ ക്ഷയിപ്പിക്കാൻ നിരന്തരം പരിശ്രമം ചെയ്യണം. അതാണ് ബാക്കി കുറേ അസുരന്മാരെയും കൂടിയും കൊന്നത്. പിന്നെ അവർക്ക് നിഷ്ഠ കൊടുത്തു. അപ്പോഴേക്ക് ഇനി ഭഗവാൻ ഇനി ഇവിടുന്ന് ഗോകുലത്തിൽ നിന്ന് പോകുകയാണ്. എവിടേക്ക്? മധുരാപുരിയിൽ. അതിന് സമയമായി. അപ്പോഴോ കംസൻ്റെ അടുത്ത് നാരദ മഹർഷി പോയി. കൃഷ്ണൻ ഈ ദേവകിയുടെ കൂട്ടനാണെന്ന് അറിയില്ലല്ലോ. കംസൻ അയച്ചവരെയൊക്കെ കൃഷ്ണനാണ് കൊന്നതെന്ന് കംസൻ അറിയില്ല. അവിടെ പോയി കൃഷ്ണൻ്റെ രഹസ്യങ്ങൾ മുഴുവൻ നാരദ മഹർഷി പറഞ്ഞു. ആ കൃഷ്ണനാണ് ഇവിടുന്ന് അയച്ചവരെ മുഴുവൻ കൊന്നത്. അതുകൊണ്ട് ആ കൃഷ്ണനെയും രാമനെയും ഇവിടെ കൂട്ടിയിട്ട് വരിക. എന്നിട്ടോ ഇവിടെ 10,000 ആനയുടെ ശക്തിയുള്ള കുവലയാ വീടുണ്ട്, അതിനെ അഴിച്ചിട്ട് കുത്തി കൊല്ലിക്കുക. ഇല്ലെങ്കിലോ വലിയ റസലേഴ്സ് ഉണ്ട്, മല്ലന്മാർ. മുഷ്ടികൻ, ചാണൂരൻ, ശലൻ, തോശലൻ
എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ കൊണ്ട് മല്ലയുദ്ധത്തിന് വിളിച്ച് അവരെ കൊണ്ട് ഇടിച്ചു കൊല്ലിക്കാം.